വിദ്യാർത്ഥിനികളെയും യുവതികളെയും ഫോട്ടോ എടുത്ത് ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ച കേസിൽ മുഖ്യ കുറ്റവാളി തിരുനാവുക്കരശ് എന്ന യുവാവ് പൊള്ളാച്ചിയിൽ പിടിയിലായി. മാക്കിനാംപട്ടിയിൽ വെച്ചാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. 7 വർഷത്തിനിടയ്ക്ക് 150 യുവതികളെയാണ് തിരുനാവുക്കരശ് എന്ന MBA ബിരുദധാരിയായ യുവാവ് ലൈംഗികമായി പീഡിപ്പിച്ചത്. ലൈംഗികമായി ഉപയോഗപ്പെടുത്തിയ ശേഷം ഭീഷണിപ്പെടുത്തി പെൺകുട്ടികളെ ഇയാൾ സുഹൃത്തുക്കൾക്കും കാഴ്ചവെച്ചിരുന്നു. ആരും പരാതി നൽകാത്തത് കൊണ്ട് മാത്രം ഇയാൾ നിയമത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. പ്രണയം നടിച്ച് വിദ്യാർത്ഥിനികളെയും യുവതികളെയും വശീകരിച്ച കാറിൽ കയറ്റിക്കൊണ്ടു പോവുകയും ഫോട്ടോ എടുത്ത് ഭീഷണിപ്പെടുത്തി പീഡിപ്പിക്കുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. പീഡനം വീഡിയോയിൽ പകർത്തി ഭീഷണിപ്പെടുത്തി ഇവരിൽ നിന്ന് പണവും തട്ടിയെടുത്തിട്ടുണ്ട്. MBA ബിരുദധാരിയാണ് ഇയാൾ. തിരുനാവുക്കരശിൽ നിന്ന് പിടികൂടിയ 2 മൊബൈൽ ഫോണിൽ നിന്ന് ഇത്തരത്തിലുള്ള നിരവധി വീഡിയോകളും അശ്ലീല ഫോട്ടോകളും കണ്ടെത്തി. കഴിഞ്ഞ മാസം ഒരു പെൺകുട്ടിയെ പ്രണയം നടിച്ച വിനോദയാത്രയ്ക്കെന്ന് പറഞ്ഞ് കാറിൽ കയറ്റി കൊണ്ടുപോയിരുന്നു. കാറിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ പെൺകുട്ടി ബഹളമുണ്ടാക്കി. തുടർന്ന് കാറിൽ നിന്ന് ഇറക്കി വിട്ടു. കുട്ടി വിവരം വീട്ടിൽ പറഞ്ഞതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് 7 വർഷമായി നടക്കുന്ന പീഡന വിവരം അറിയുന്നത്. ഇയാൾ ഒളിവ് ജീവിതം നയിച്ചിരുന്നത് തിരുപ്പതിയിലായിരുന്നു. ക്ഷേത്രത്തിലെ സൗജന്യ താമസ സൗകര്യമുള്ള മഠത്തിൽ ഭക്തൻ എന്ന വ്യാജേന ഒളിച്ചു താമസിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കൂട്ടാളികളായ ശബരിരാജൻ, വസന്തകുമാർ, സതീഷ് എന്നിവരെ അറസ്റ്റ് ചെയ്തതറിഞ്ഞപ്പോൾ തിരുനാവുക്കരശ് കോയമ്പത്തൂർ, സേലം വഴി തിരുപ്പതിയിലേക്ക് പോവുകയായിരുന്നു. ഫോൺ ഉപയോഗിക്കാതിരുന്നത് കാരണം കണ്ടുപിടിക്കാനുമായില്ല. ഇടയിൽ തിരുപ്പതിയിൽ നിന്ന് ഫോൺ വന്നത് കണ്ടുപിടിച്ച പോലീസ് അവിടേക്ക് പുറപ്പെടാൻ തയ്യാറായി. ഫോൺ സിഗ്നൽ സേലത്താണെന്ന് വ്യക്തമാവുകയും തുടർന്നുള്ള നിരീക്ഷണത്തിൽ ഇയാൾ പൊള്ളാച്ചിക്ക് വരുന്നതായി മനസ്സിലായി. കാറിൽ മാക്കിനാംപട്ടിയിലുള്ള വീട്ടിലേക്ക് വരുമ്പോൾ കാർ തടഞ്ഞ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പ്രതിയിൽ നിന്ന് പിടിച്ചെടുത്ത 2 ഫോണുകളിൽ നിന്ന് നിരവധി യുവതികളെ പീഡിപ്പിക്കുന്നതിന്റെ വീഡിയോകൾ കണ്ടെത്തിയതായി പോലീസ് പറഞ്ഞു. പ്രതിയെ പൊള്ളാച്ചി JM 1-ാം നമ്പർ കോടതിയിൽ ഹാജരാക്കി കോയമ്പത്തൂർ സെൻട്രൽ ജയിലിൽ അടച്ചു. പ്രതികളെ ഗുണ്ടാ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യാൻ നടപടികൾ എടുക്കുന്നതായി പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. അതേസമയം പ്രതികളെ രക്ഷിക്കാൻ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായതായി ആരോപണമുണ്ട്. തുടർന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികളും വനിതാ സംഘടനകളും പ്രക്ഷോഭം ആരംഭിച്ചതോടെയാണ് പ്രതികളെ പിടികൂടിയത്. പ്രധാന പ്രതി തിരുനാവുക്കരശിനെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോൾ കാണാൻ വേണ്ടി ചൊവ്വാഴ്ച രാത്രി ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ തടിച്ചുകൂടിയത് സ്ത്രീകളടക്കം 100 കണക്കിന് പേരായിരുന്നു. പ്രതിയെ പൊള്ളാച്ചി JM 1-ാം നമ്പർ കോടതിയിൽ ഹാജരാക്കി കോയമ്പത്തൂർ സെൻട്രൽ ജയിലിൽ അടച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.